നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? എളുപ്പം വന്നേ. ആന്റി വന്ന പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ. ആന്റി ഒന്നും ഇപ്പോൾ വരില്ല. 2-2.5 മണിക്കൂർ എടുക്കാം. IELTS ക്ലാസ്സിന് കയറിയിട്ടേ ഉള്ളൂ. നമുക്ക് വേഗം തുറക്കാം. അപ്പൊ എങ്ങനെ പരിപാടി? എടി അവള് കേക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം കേക്ക് കട്ടിങ്, പിന്നെ DJ. കേക്ക് റെഡി. വാവ്, കം ഓൺ ഡ്രാ. വാ വിളിക്കാം. ടാങ് ടാങ്. ഗ്ലാസ് റെഡി. സെറ്റപ്പ് ആണല്ലോ. സെറ്റപ്പ്. കത്തി എവിടെ? ഏതാ കത്തി? ഇവിടെ ഉണ്ട്. മുറിമുത്തേ, പിടിമുത്തേ. ഞാനൂടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിഷ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എടി 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 എന്റെ മൂവത്തൊങ്ങും ആക്കിയേക്കല്ലേ. ഇല്ലടി മുത്തേ, ഞങ്ങൾ എന്തേലും ചെയ്യുവോ? തേക്കടി അങ്ങോട്ട്. ആന്റി ആന്റി ലൈറ്റ്. DJ കേക്ക് എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ. നിന്റെ ബർത്ത്ഡേ ആണോ? എന്നാ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മമ്മി, ഇന്നലെ രാത്രി മാമൻ എത്ര മണിക്കാ വീണ്ടും വെളിയിൽ പോയി ഓർമ്മയുണ്ടോ? ഒരു 10-10:30 ആയിട്ടുണ്ടാവും. 10 കാണും. അപ്പൊ അതല്ല മാമിയെ, ചോദിക്കുന്നൊന്നും തോന്നരുത്. ഇന്നലെ രാത്രിയെ നിങ്ങൾ തമ്മിൽ വല്ലതും നടന്നായിരുന്നോ? അതല്ല, അബ്നോർമലായിട്ട് വല്ലതും നടന്നായിരുന്നോ എന്ന്. ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് വഴക്കൂടിയായിരുന്നു. അതിപ്പോ നോർമലാണല്ലോ. എടി സുമേ, വഴക്കെന്ന് പറഞ്ഞാൽ നീ പിള്ളച്ചന്റെ മനസ്സ് വിഷമിപ്പിക്കണത് വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, പിഞ്ചു മനസ്സാണേ. ഇനി മനസ്സ് വിഷമിച്ച് വല്ല കടുങ്ക. അയ്യോ, എനിക്ക് വയ്യായേ, എന്റെ ദൈവമേ. എന്താ? നമ്മുടെ പിള്ളച്ച മിസ്സായ വിവരേ ഞാൻ ചില വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പൊ ഇനി പത്രത്തിൽ കൊടുക്കേണ്ട ആവശ്യം. എന്നിട്ട് അതിൽ ആ ബ്യൂട്ടീസ് ക്യൂട്ടീസ് ഗ്രൂപ്പില് ഒരു മെസ്സേജ്. ഒരുമാതിരി സീരിയൽ സസ്പെൻസ് ഒന്ന് പറയേച്ചി. നമ്മുടെ ആ ടെലിഫോൺ എക്സ്ചേഞ്ച് ബിൽഡിങ്ങിലെ അതിന്റെ മുകളിൽ ഒരാൾ ചാടി മരിച്ചു. ഇനി അതെങ്ങാനും എന്റെ പിള്ളേച്ച, ഞാനിനി എന്ത് ചെയ്യും? അയ്യോ അയ്യോ. നമ്മുടെ പിള്ളച്ചൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി. കർത്താവേ, പിള്ളാച്ചനോ? പിള്ളാച്ചന്റെ ആത്മാവിന് എത്തിച്ചാൽ തീർക്കണമേ കർത്താവേ. ബാ 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 ബാ, നമുക്ക് എല്ലാവർക്കും പിള്ളാച്ചന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബാ 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 ബാ. ഒന്ന് നിർത്തിക്കേ. ഇവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ല. എന്റെ മാമി, അത് മാമനൊന്നുമല്ല. ആരും മരിച്ചില്ലേ? അല്ലെന്ന്. സ്തോത്രം കർത്താവേ. പൊക്കോ പൊക്കോ പൊക്കോ. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പറ്റും. നമ്മുടെ പരിശുദ്ധം പരിപാലനത്തിൽ ഫ്ലാറ്റ് തൊട്ടടുത്തല്ലേ? നീ അവനെ വിളിച്ചേ, നമുക്ക് കാര്യം അറിയാലോ. വിളിക്ക്. അപ്പൊ അറിയാലോ. നിങ്ങളുടെ അടുത്തുള്ള ആ ടെലിഫോൺ എക്സ്ചേഞ്ച് ബിൽഡിങ്ങിലെ അതിന്റെ മേളിൽ ആരെങ്കിലും ചാടി മരിച്ചായിരുന്നോ? അയ്യോ, എന്റെ പിള്ളേച്ച. അടയാളം ചോദിക്കും. ബോഡിക്ക് താടിയുണ്ടോ ചോദിക്കേ. ചോദിച്ചേ. താടിക്ക് ബോഡിക്ക് താടിയുണ്ടോ? എടാ, മോൻ കാണാൻ പറ്റുന്നില്ലടാ. മമ്മി, മാമൻ ഇന്നലെ ഇട്ട ഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു മഞ്ഞ നീലയും വരയുള്ള ടീഷർട്ടാടാ. എടാ, നീലയും മഞ്ഞയും എല്ലാം കൂടെ വരയുള്ള ഡ്രസ്സാണ്. എടാ, ഡ്രസ്സിന്റെ കളർ പറഞ്ഞേ. ഒരു നീല മഞ്ഞേ. എടാ, ഫുൾ റെഡാ. പിള്ളേച്ചനല്ല. എടാ, ബ്ലഡിൽ കുളിച്ച് കിടക്കുവാടാ. നീ ഒരു ഫോട്ടോ വയ്ക്കാൻ പറ.
എടാ ബോഡിയുടെ ഒരു ഫോട്ടോ അയച്ചേ. പെട്ടെന്ന് നോക്കി. എന്താടാ എന്താ എടാ നിന്ന് സസ്പെൻസ് ഇല്ലാതെ കാര്യം പറയടാ. പിള്ളേച്ചനല്ലടാ. ഞാൻ എപ്പോഴാ പറഞ്ഞില്ലേ മാമി. അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ. പിള്ളേച്ചന്റെ ഫോട്ടോയെ ഞാൻ വേറെയും ചില വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്തുവായിരുന്നു ഒന്ന് വരൂ. എന്താടാ? അപ്പുറത്തെ വീട്ടിലെ നേഴ്സുകളേനെയും ഇന്നലെ തൊട്ട് കാണാനില്ല. കർത്താവേ, ഒളിച്ചോട്ടം. എന്റെ എന്റെ സുമേ, ദൈവമേ. പിള്ളേച്ചന് നിന്നെ വേണ്ടെങ്കിൽ അവരെവിടെങ്കിലും പോയി സുഖമായി ജീവിക്കട്ടെ. നീ സമാധാനിക്ക്. പോകരുതെന്ന് പറയരുത്. മാമനാറ്റൊന്നുമല്ല. പിന്നെ പോടച്ചക്ക, എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ചുറ്റിക്കളിയും ചെരുപ്പും എന്തൊക്കെയായിരുന്നു. ഇപ്പൊ എന്തായി? എന്തത് മാമൻ മാമൻ അവളെവിടെ? അവളാ എവള് എന്റെ സുമേ, നീ പോയി ഒരു വിളക്കത്തിച്ചോണ്ട് വാ. ഒന്ന് പോയേ. വിളക്കാ പിള്ളേച്ചന് ഇത് ഇന്നലെ എവിടെ പോയതാ? എവിടെയായിരുന്നു? ഒന്നും പറയണടോവേ, ഒരു വർക്ക് കുടിക്കാൻ പോയതാ. നമ്മുടെ ആ സാൽമിയിലെ ഡെസേർട്ടില്ലേ അവിടെ നിന്നപ്പോ വണ്ടിയും പോയി, പവറും പോയി, ആകെ. പിന്നെ അവിടെ തന്നെ അവിടെ കൂടി. അവിടെ ഒരു ഫാമില്. അതൊക്കെ പോട്ടെ, ഇവിടെ എന്തൊരു ജില്ലാ സമ്മേളനം. എന്താ സീൻ? എന്റെ സുമേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മുടെ പിള്ളേച്ചൻ തിരിച്ചു വരുന്നു. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി സംശയിച്ച്. ഒന്ന് പോയേ പെണ്ണുങ്ങളെ. ഞാനൊന്ന് പോട്ടെട്ടോ. തിരികെ എത്തിക്കാൻ വന്നതാണല്ലേ? എന്തേടി, എനിക്കൊന്നുമില്ല. ഇവരൊക്കെ എന്താ ഇവിടെ? അവരുടെ നേഴ്സുകളെ ഇന്നലെ രാത്രി കാണാനില്ല. അത് നമ്മളിപ്പോ എന്ത് വേണം? കൈനീട്ടം കിട്ടിയായിരിക്കും. നിങ്ങളൊന്ന് പോയി നോക്ക. ആ പിള്ളേരവിടെ വന്ന് നിക്കണണ്ടില്ലേ? ഇത് വലിയ പാമ്പായല്ല. ഞങ്ങൾക്ക് ഇവിടെ ആരെയും പരിചയമില്ല. പ്ലീസ് പിള്ള ചേട്ടാ, ഞങ്ങളെ ഒന്ന് സഹായിക്കോ? നമുക്കൊന്ന് പോയി നോക്കാൻ വേണേ. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. എവിടെ പോയി കിടക്കുവാണോ? എവിടെയെങ്കിലും പോയി ചത്ത് കാണും. അലക്സേ, ദേ അങ്ങോട്ട് നോക്കി. അങ്ങോട്ട് തന്നെ പോന്നെ. അതല്ല. കാണാനില്ലല്ലോ. ഈ ആന്റി എവിടെ പോയിരുന്നു? തള്ള എവിടെ പോയി കിടക്കണോ? ഡാടാ, ആ കുപ്പത്തുള്ള അവിടെ നിർത്തി. എല്ലാവരും തല്ലി കൊന്നിട്ടുണ്ടോ നോട്ടെ. ഇല്ലെങ്കിൽ ചൊളിച്ച് അങ്ങനെ തന്നെ വേണം. വിളിച്ചൊന്ന് വേഗം പോയി നോക്കാം. നമ്മളെപ്പോലെ ചങ്കുറ്റുള്ള ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. വിട്ടു. സുമേ, ഇച്ചിരി ഇളം നാടി. എന്തായി? കിട്ടിയോ? ഇല്ലെന്നേ. വേണേ കുറെ അന്വേഷിച്ചു നീ, ഒരു രക്ഷയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളിപ്പോൾ പോകും. നമുക്ക് ഒന്നുകൂടെ അന്വേഷിക്കാം. പറ്റില്ലെങ്കിൽ പോലീസ് അറിയിക്കുന്ന ആളെ അല്ലടാ. നിങ്ങളിപ്പോ സമാധാനമായി പോയിക്കോ. അവര് വന്നോളൂ. ഓക്കെ. എവിടെ പോയി കിടക്കണ ഓത്തള്ള എത്തി എടുത്തോണ്ട് വന്നേ. എന്താണ് ഇവിടെ ആൾക്കൂട്ടം? നീ ആ കഥ തുടങ്ങി. നീ വന്നാ? ആ നഴ്സുകള അതല്ലടാ, അവരിന്നോട്ട് കാണുന്നില്ലെന്ന്. കാണാനില്ല. അതായിരുന്നു എനിക്കറിയാൻ പിന്നെ പിള്ളേച്ചൻ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. തള്ളെ ആത്മഹത്യ ചെയ്താ. ഫോട്ടോപ്പി ചെയ്യണം. ഫോട്ടോപ്പി. ബയോപ്സി, ഓട്ടോപ്സി. ഒന്നും ഉണ്ടായടാ. നിങ്ങളുടെ ചാവി എങ്ങനെയും മാറിപ്പോയിണ്ടോ? ഒന്നുകൂടി നോക്ക്. 2 ഉണ്ട്. 2 നോക്കി, 2 കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. ഇത് വലിയ കുരിശല്ല. മാറി, ഞാൻ നോക്കട്ടെ. വാ, പോയി നോക്കാം. ഞാനും വരാടാ. ആ ചാവി തന്നെ. ഇത് 600 അതാരാ? മറ്റേ കൊച്ചായിരിക്കും. ഇല്ല റൂട്ടിയ, ഇപ്പോഴും കൂടെ മെസ്സേജ് അയച്ചോളൂ. എന്നാ പിന്നെ ആ തള്ളായിരിക്കും. എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞു വന്നായിരിക്കും. നിങ്ങൾ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എടാ മാക്രി, നീ എന്താ ഇവിടെ?
അണ്ണന് ഫ്ലാറ്റ് മാറിപ്പോയാ? എന്തുവാടാ അത്? പിള്ളേച്ച ഏത് പിള്ളേച്ചൻ? പിള്ളേച്ച ഇതെന്താ സംഭവം? അധിക കാലൊന്നായി. അന്നൊരു നിമിഷത്തില്. അതേത് നിമിഷം? പിള്ളേച്ച ഞങ്ങളെ അനുഗ്രഹിക്കണം. എൻ്റെ ഒരു ഗതികേട് നോക്കണേ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കൂടെ ഒരു കഥ പറയാനുണ്ട്. ഒരു പിന്നാമ്പുറം. ആ, അനീഷിന്റെ മുന്നാമ്പറം കാണിച്ച സ്ഥിതിക്ക് നീ പിന്നാമ്പറ കഥ പറയടാ. ഇനി നിന്റെ എന്ത് കഥ? ഇന്ന് പോയടാ. നിങ്ങളൊന്നും മിണ്ടായിരിക്കും മനുഷ്യ. നീ പറയടാ. ആ ഞാൻ പറയും. ആ എന്തെങ്കിലും പറ. +2 പഠിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയത്. അവളുടെ വീട്ടിലറിഞ്ഞപ്പം ആകെ പ്രശ്നമായി. അങ്ങനെ ഞാൻ ഗൾഫിലും അവൾ നാട്ടിലുമായി പെട്ടിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു വിസ സെറ്റായത്. വളരെ അവിചാരിതമായിട്ട് അവളുടെ ആൻറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് വേക്കൻ്റ് ആണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ മാമനെ നിർബന്ധിച്ചത് എടുപ്പിക്കുകയായിരുന്നു. അങ്ങനെ അക്കരെ ഇക്കരെ നിന്നുള്ള ഞങ്ങളുടെ അകലം കുറഞ്ഞു. പ്രേമം തലയ്ക്ക് പിടിച്ച അവസ്ഥയിൽ ചെയ്തു പോയതാണ്. ക്ഷമിക്കണം. ഇപ്പം എല്ലാവരുടെയും സംശയമൊക്കെ മാറിയില്ലേ? സന്തോഷമായില്ലേ? എന്നാ ആൻ വാ, നനച്ചിക്കാതെ ഇങ്ങോട്ട് വാ. മമ്മി, ഇനി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് ഇവളുടെ പാസ്പോർട്ട് ഒന്ന് മേടിച്ചു കൊടുക്കണം. സെറ്റല്ലേ? പ്ലീസ്. താങ്ക് യു അങ്കിൾ. ആൻറ്റി, അപ്പൊ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആയ സ്ഥിതിക്ക് നമുക്കൊരു സെൽഫി എടുക്കാം. എന്തായ Be a beggars and moors. Yeah! Yo guys, check it out! Yeah, that's it! It's the time for show of Mr. Pillai! Oh, Pillacha, Ayanda Pillacha, ഈ
കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ Again. ഓ പിള്ളേച്ച എന്താ പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ How man? പണ്ട് പിള്ളേച്ചൻ കുടിക്കണ പട്ടച്ചാരായം ഇന്ന് പിള്ളേച്ചൻ കുടിക്കണ വിസ്കി ബ്രാൻഡിയും കമാൻ ഓ പിള്ളേച്ച എന്റെ പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ Man, you're unbelievable. This is Pillachan, he's wonderful. Got a lot of money, just beautiful. This Pillachan means share of love. Yo bro, live like Pillachan. പണ്ട് പിള്ളേച്ചൻ വലിക്കണ കാജ ബീഡി ഇന്ന് പിള്ളേച്ചൻ വലിക്കണ 555 ഓ പിള്ളേച്ച എന്റെ പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ എടാ മോനെ പണ്ട് പിള്ളേച്ചൻ കറങ്ങണതാട്ടോ റിക്ഷയിൽ ഇന്ന് പിള്ളേച്ചൻ പറക്കണത് എയ്റോപ്ലെയിനിൽ ഓ പിള്ളേച്ച എന്റെ പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ Again. ഓ പിള്ളേച്ച എന്താ പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ